10 വർഷത്തിന് ശേഷം സെക്രട്ടേറിയറ്റിന്റെ സമരഗേറ്റ് തുറന്നു. ഗേറ്റിന് മുന്നിൽ ഉണ്ടായിരുന്ന ബാരിക്കേഡുകൾ ഒരു വശത്തേക്ക് നീക്കി. നോർത്ത് ഗേറ്റ് വഴി നിരന്തരം പൊതുജനങ്ങൾ സെക്രട്ടേറിയറ്റിലേക്ക് വന്നതോടെയാണ് സുരക്ഷാ ഭീഷണി ചൂണ്ടിക്കാട്ടി മുൻ സർക്കാർ നോർത്ത് ഗേറ്റ് അടച്ചത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ പ്രവൃത്തി ദിനമാണ് ഇന്ന്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ പുതിയ സർക്കാർ നടത്തുന്നത്. 10 വർഷമായി അടഞ്ഞുകിടക്കുകയായിരുന്നു നോർത്ത് ഗേറ്റ്. പ്രത്യേകിച്ച് തുടർച്ചയായി ആളുകൾ ഈ രീതിയിൽ സെക്രട്ടേറിയറ്റിലേക്ക് വലിയ തിരക്കുണ്ടാകുന്നതായിരുന്നു മുൻ സർക്കാരുകൾ ഉള്ള കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലം വരെ അങ്ങനെയായിരുന്നു. അതിനുശേഷം പിന്നീട് നമ്മൾ കഴിഞ്ഞ 10 വർഷം കാണുന്നത് വലിയ തിരക്കുകളിലേക്ക് സെക്രട്ടേറിയറ്റ് പോകാത്തതാണ്. കാരണം അവിടെ ഈ നോർത്ത് ഗേറ്റ് അടച്ചിട്ടുകൊണ്ട് ഒരു ക്രമീകരണമാണ് ഉണ്ടാക്കിയത്. പരാതികളൊക്കെ ഈ നമ്മൾ ഇമെയിലായും മറ്റ് കത്തുകളായും ഒക്കെ നൽകുക എന്നത് മാത്രമാണ്. നേരിട്ട് പരാതികൾ നൽകുക എന്ന രീതി പൂർണ്ണമായും തന്നെ സെക്രട്ടേറിയറ്റിൽ നിന്ന് മാറ്റുന്ന ഒരു നടപടിയാണ് ഉണ്ടായത്. അതിനിടയിൽ അത് കൃത്യമായി തന്നെ ക്രമീകരിച്ചുകൊണ്ടായിരുന്നു നീക്കം ഉണ്ടായത്. സനീറ്റ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. സനീറ്റ, ഇനി നോർത്ത് ഗേറ്റ് തുറക്കുന്നതോടെ ആളുകൾ വീണ്ടും പരാതിയുമായി നേരിട്ട് തന്നെ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. എന്തായാലും ഈ സർക്കാർ ആ നിയന്ത്രണങ്ങളൊക്കെ മാറ്റുകയാണ്, നോർത്ത് ഗേറ്റ് തുറക്കുകയാണ്. സനീറ്റ, കേൾക്കാമെങ്കിൽ എന്തായാലും നോർത്ത് ഗേറ്റ് ഇത്രയും കാലം 10 വർഷത്തോളം അടഞ്ഞുകിടന്ന ഗേറ്റാണ്. അത് പൂർണ്ണമായും തുറക്കുകയാണ്. ആദ്യ പ്രവൃത്തി ദിനത്തിൽ തന്നെ അത്തരം ഒരു നീക്കത്തിലേക്ക് പുതിയ സർക്കാർ പോകുന്നു. രുചീഷ്, തീർച്ചയായിട്ടും 10 വർഷത്തിന് ശേഷം ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റിലെ നോർത്ത് ഗേറ്റ് ഇപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നത് പോലെ തുറന്നിരിക്കുകയാണ്. ഇത് പുതിയ മന്ത്രിസഭയിലെ പുതിയ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചുമതലയേറ്റ ആദ്യ പ്രവർത്തന ദിവസം കൂടിയാണെന്ന് നാം മനസ്സിലാക്കണം. കഴിഞ്ഞ 10 വർഷവും ഇവിടെ ഈ ഗേറ്റ് പൂർണ്ണമായും അടച്ചിരുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്നിരുന്നു എന്നിപ്പോൾ ഈ സുരക്ഷാ ക്രമീകരണ പ്രവർത്തകർ പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇത്തരത്തിൽ വലിയ തോതിൽ ഈ 10 വർഷ കാലയളവിൽ ഇങ്ങനെ ഒരു ദൃശ്യം നമ്മൾ കണ്ടിട്ടില്ല. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ നമ്മൾ പലതവണ ഇവിടെ വരുമ്പോഴും ഇത്തരത്തിൽ ഈ ഗേറ്റ് പൂർണ്ണമായും ഒരു അടഞ്ഞ സാഹചര്യമായിരുന്നു. ഈ നിരന്തരം ഇവിടെ സമരം നടക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ഈ ആ സാഹചര്യത്തിലെല്ലാം ബാരിക്കേഡുകൾ ഉപയോഗിച്ച് ഈ ഗേറ്റ് പൂർണ്ണമായും അടഞ്ഞിരുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ ഇപ്പോഴാണ് വിശാലമായി ഇത് തുറന്നിട്ടിരിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും ഇത്തരത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതിന് നേരെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പരാതിക്കാർക്ക് എന്ത് വേണമെങ്കിലും അല്ലെങ്കിൽ പരാതി ഉന്നയിക്കാൻ നേരെ എന്തായാലും 10 വർഷത്തിന് ശേഷം നോർത്ത് ഗേറ്റ് പൂർണ്ണമായും തുറക്കുകയാണ്. എന്തായാലും നേരത്തെ തുടർച്ചയായി ഇത്തരത്തിൽ ആളുകൾ ആ വഴി വരുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സുരക്ഷാ ഭീഷണി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നോർത്ത് ഗേറ്റ് പൂർണ്ണമായും അടക്കാൻ തീരുമാനിച്ചിരുന്നത്. എന്തായാലും പുതിയ സർക്കാർ വന്ന് ആദ്യ പ്രവൃത്തി ദിനത്തിൽ നോർത്ത് ഗേറ്റ് തുറക്കുകയാണ്.